ഹായ് ഓൾ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യുവർ ഫേവറേറ്റ് ചാനൽ ടെക് മലയാളം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക സ്മാർട്ട് ഫോൺ യൂസേഴ്സും വളരെ ആവേശത്തോടെ കാത്തിരിക്കുന്ന രണ്ട് സ്മാർട്ട് ഫോൺസാണ് ഷവോമിയുടെ റെഡ്മി K30 5Gയും അതുപോലെ തന്നെ റിയൽമിയുടെ X50 5Gയും. ഈ രണ്ട് ഫോൺസും എന്താ പറയുക, ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ലോഞ്ച് ചെയ്യാൻ എത്രയും പെട്ടെന്ന് ലോഞ്ച് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ എന്തുകൊണ്ടാണ് ഈ രണ്ട് ഫോൺസ്, അതായത് ഒന്ന് ഷവോമിയുടെയും റെഡ്മിയുടെ ഫോണും ഒന്ന് റിയൽമിയുടെ ഫോണും എടുത്തതെന്ന് പറയുകയാണെങ്കിൽ അതിന് ഒരേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. രണ്ട് ഫോണിൻ്റെയും ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. എന്നാലും അതിൽ കുറച്ച് ഡിഫറൻസ്, ചില കാര്യങ്ങൾ നോക്കുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസൊക്കെ എന്താണ്, ഇതൊക്കെ ഒന്ന് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. റെഡ്മിയുടെ K30 എന്ന് പറഞ്ഞ ഫോണും അതുപോലെ തന്നെ റിയൽമിയുടെ X50 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മോഡലും രണ്ട് ഫോൺസും 5G സപ്പോർട്ടഡ് ആണ്. പിന്നെ നമ്മൾ അത് റിലീസ് ചെയ്ത ഡേറ്റ് നോക്കുകയാണെങ്കിലും സെയിം ആണ്. 2020 ജാനുവരിയിലാണ് അതായത് കഴിഞ്ഞ മാസമാണ് റിലീസ് ചെയ്തത്. പക്ഷെ അത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. റിലീസ് ഡേറ്റ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ നോക്കുകയാണെങ്കിൽ റെഡ്മി K30 എന്ന് പറഞ്ഞ ആ ഒരു മോഡലിൻ്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് 6.67 ഇഞ്ചസ് IPS LCD ഡിസ്പ്ലേ ആണ് അതിന് വരുന്നത്. 395 ppi ആണ് പിക്സൽ ഡെൻസിറ്റി വരുന്നത്. കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ഈ റെഡ്മിയുടെ ഈ ഫോണിനും ഉണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. ഇനി നമ്മൾ റിയൽമിയുടേത് നോക്കുകയാണെങ്കിൽ 6.57 ഇഞ്ചസ് IPS LCD ഡിസ്പ്ലേ ആണ് ആ മോഡലിന് വരുന്നത്. 401 ppi ആണ് പിക്സൽ ഡെൻസിറ്റി. കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ തന്നെയാണ് ഈ റിയൽമിയുടെ ഫോണിനും വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ ആണ് ഇതിനും വരുന്നത്. ഈ രണ്ട് ഫോണും നമ്മൾ അതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ സൈസ് കുറച്ച് കൂടുതലുള്ളത് റെഡ്മിയുടെ ഫോണിനാണ്. റിയൽമിയുടേത് അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ചെറുതാണ്. പിന്നെ പിക്സൽ ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ അത് കൂടുതലുള്ളത് റിയൽമിയുടെ ആ ഒരു മോഡലിനാണ്. ബാക്കി ഇപ്പം കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ 120 Hz റിഫ്രഷ് റേറ്റ് ഉള്ളത്, ഇതൊക്കെ സെയിം ആണ്. നമുക്ക് ആ ഒരു ഡിസ്പ്ലേൻ്റെ സൈസിൽ മാത്രമേ കുറച്ച് വ്യത്യാസമുള്ളതായിട്ട് കാണുന്നുള്ളൂ. MIUI 11 കൂടിയ Android 10 ആണ് റെഡ്മിയിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത്. Qualcomm Snapdragon 765G ആണ് പ്രോസസ്സർ വരുന്നത്. ഇതൊരു ഒക്ടാ കോർ പ്രോസസ്സറാണ്. Adreno 620 ആണ് GPU വരുന്നത്. ഇനി നമ്മൾ റിയൽമിയിലെ നോക്കുകയാണെങ്കിൽ കളർ OS 7 കൂടിയ Android 10 ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. Qualcomm Snapdragon 765G തന്നെയാണ് ഇതിലെയും പ്രോസസ്സർ വരുന്നത്. ഇതും ഒരു ഒക്ടാ കോർ പ്രോസസ്സർ തന്നെയാണ്. Adreno 620 ആണ് GPU വരുന്നത്. പിന്നെ സിം നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈബ്രിഡ് ഡ്യുവൽ സിം ആണ് റെഡ്മിയുടെ ഫോണിൽ വരുന്നത്. അതായത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു സിമ്മോ അല്ലെങ്കിൽ മെമ്മറി കാർഡോ അല്ലെങ്കിൽ രണ്ട് സിമ്മോ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എന്നാൽ റിയൽമിയുടെ ഫോണിലാണെന്നുണ്ടെങ്കിൽ ഡ്യുവൽ സിം സ്ലോട്ടാണ് വരുന്നത്. റെഡ്മിയുടെ ഫോൺസിന് കാർഡ് സ്ലോട്ട് അവൈലബിൾ ആണ്. അതിൽ ഇന്റേണൽ മെമ്മറി വരുന്നത് 6GB RAM 64GBയും മറ്റൊന്നെന്ന് പറയുന്നത് 6GB RAM 128GBയും 8GB RAM 128GBയും 8GB RAM 256GBയും ആണ് വരുന്നത്. എന്നാൽ റിയൽമിയുടെ ഫോണിലാണെങ്കിൽ കാർഡ് സ്ലോട്ട് അവൈലബിൾ അല്ല. 8GB RAM 128GBയും 6GB RAM 256GBയും 12GB RAM 256GBയുമാണ് ഇന്റേണൽ മെമ്മറി വരുന്നത്. റെഡ്മിയുടെ ഫോൺസിന് ഞാൻ പറഞ്ഞു കാർഡ് സ്ലോട്ട് അവൈലബിൾ ആണെന്ന്. റിയൽമിയുടെ ഫോണിനാണെങ്കിൽ കാർഡ് സ്ലോട്ട് അവൈലബിൾ അല്ല. അതെന്താ കാരണം എന്ന് വെച്ചാൽ അതിന്റെ ബേസിക് ആ ഒരു വാരിയന്റിൽ തന്നെ 128GBയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ കാർഡ് യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ ഒരു 128GBയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല മെമ്മറി കപ്പാസിറ്റി ഒക്കെ ഉണ്ടായിരിക്കും. ഇനി ഇതിന്റെ ക്യാമറ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ഫോണിനും ക്വാഡ് ക്യാമറയാണ് വരുന്നത്. 64 മെഗാപിക്സൽ വൈഡ് ആംഗിൾ ക്യാമറയാണ് റെഡ്മി ഫോണിന് വരുന്നത്. 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട്. പിന്നെ 5 മെഗാപിക്സലിന്റെ ഡെഡിക്കേറ്റഡ് മാക്രോ ക്യാമറ വരുന്നുണ്ട്. 2 മെഗാപിക്സലിന്റെ ഡെപ്ത് സെൻസറും. പിന്നെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് ഡ്യുവൽ ക്യാമറയാണ്. 20 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാപിക്സലിന്റെ ഡെപ്ത് സെൻസറുമാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. ഇനി നമ്മൾ റിയൽമിയിൽ നോക്കുകയാണെങ്കിൽ 64 മെഗാപിക്സലിന്റെ തന്നെ വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. എന്നാൽ 12 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ക്യാമറ വരുന്നുണ്ട്. 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്. 2 മെഗാപിക്സലിന്റെ ഡെഡിക്കേറ്റഡ് മാക്രോ ക്യാമറയാണ് വരുന്നത്. ഇതിൽ ഫ്രണ്ട് ക്യാമറ ആയാലും ഡ്യുവൽ ക്യാമറ തന്നെയാണ്. 16 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയുമാണ് ഫ്രണ്ടിൽ വരുന്നത്. രണ്ട് ഫോണിന്റെയും സെൻസർ നമ്മൾ നോക്കുകയാണെങ്കിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് റെഡ്മിയുടെ ഫോണിനും റിയൽമിയുടെ ഫോണിനും വരുന്നത്. ടൈപ്പ് സി പോർട്ട് തന്നെയാണ് രണ്ട് ഫോണിനും വരുന്നത്. പിന്നെ ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 4500 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് റെഡ്മിയുടെ K30 എന്ന് പറഞ്ഞ മോഡലിന് വരുന്നത്. റിയൽമിയുടെ X50 എന്ന് പറഞ്ഞ മോഡലിന് 4200 mAh ബാറ്ററി കപ്പാസിറ്റിയാണ്. അതിലൊരു ചെറിയൊരു വ്യത്യാസമേ കാണാനുള്ളൂ.
സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് പ്രൈസും കൂടെ പറയുകയാണെങ്കിൽ റെഡ്മിയുടെ ഫോണിന് വരുന്നത് 20,190 റുപ്പീസാണ്. എന്നാൽ റിയൽമിയുടെ X50 എന്ന് പറഞ്ഞ മോഡലിന് വരുന്നത് 25,790 റുപ്പീസാണ്. അതായത് അതിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ബേസിക് വാരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. മെമ്മറി സ്റ്റാറ്റസ് നമ്മൾ നോക്കുകയാണെങ്കിൽ റിയൽമിക്ക് അത്രയൊരു പ്രൈസ് കൂടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ബേസിക് വാരിയൻറ്റ് എന്ന് പറയുന്നത് 8GB റാമും 128 GB ആണ് സ്റ്റാർട്ടിങ് തന്നെ വരുന്നത്. എന്നാൽ റെഡ്മിയുടെ ഫോണിനാണെങ്കിൽ 6GB റാമും 64 GB ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. അതിലായിരിക്കും മെയിനായിട്ട് നമുക്ക് ആ ഒരു എക്സ്പെക്റ്റഡ് പ്രൈസിലുള്ള ആ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഫോൺസും പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന രണ്ട് മോഡലുകളാണ്. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല, വരുന്ന ദിവസങ്ങളിൽ ഫെബ്രുവരി തന്നെ ലോഞ്ച് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൂടുതൽ റിവ്യൂസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പറയാൻ പറ്റും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ടൈം നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതിനു മുൻപ് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നത്, എൻ്റെ വീഡിയോ കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ഒരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് വീണ്ടും കാണാം. ബൈ.